ഇപ്പോൾ പവർലിങ്ക് ഇൻഷുറൻസ് ഡിവിഷനിൽ നിന്നും നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ ഇൻഷുറൻസ് ഓഫർ. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജനറൽ ഇൻഷുറൻസ് ഞങ്ങളിൽ കൂടെ എടുക്കുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുടെ പാർട്ട്ണർ ആവുന്നു. അതിലൂടെ നിങ്ങൾക്കും ഒരു ഇൻകം ജനറേറ്റ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസുകൾ റീന്യൂവൽ ചെയ്യുന്നതിനും EMI അടയ്ക്കുന്നതിനും ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സിന് ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് ലീഡ് തരിക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് ഇൻകമായി മാറുന്നു. 3% മുതൽ 20% വരെ നിങ്ങൾക്കും ഇതുവഴി ഇൻകം ലഭിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പവർലിങ്ക് നമ്പർ 9495116601. ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് ഒരു റീഇംബേഴ്സ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ എല്ലാവർക്കും വന്നിരിക്കും. അതായത് ഒരു പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, അവിടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നേക്കാം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി ആ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ റീഇംബേഴ്സ്മെൻറ്റാണ് സാധാരണ തരുന്നത്. അപ്പോൾ നമ്മൾ ഈ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അതുമല്ലെങ്കിൽ അഥവാ നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണ്, നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഏതെങ്കിലും കാരണം വെച്ചാൽ നമ്മളെ ക്യാഷ്ലെസ് കമ്പനി റിജക്റ്റ് ചെയ്യുകയാണ്. അവർ പറയുകയാണ് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയി മാത്രമേ തരാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കാണും, അപ്പോൾ അത് അന്വേഷിച്ചിട്ട് റീഇംബേഴ്സ്മെൻ്റ് ആയി തരാമെന്ന് പറയുകയാണെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതൊന്നും വേണ്ട, നമ്മൾ ക്യാഷ്ലെസ്സായി നമ്മളെ ഹോസ്പിറ്റൽ ബില്ല് അവർ കമ്പനി സെറ്റിൽമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷനോ ഒരു ആക്സിഡൻറ്റ് കേസായുള്ള ഓപ്പറേഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാ പോളിസികൾക്കും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജിന് ശേഷം നമ്മൾ ഏത് രോഗത്തിനാണ് ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ഏത് സർജറിയാണ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട അതിന് ശേഷമുള്ള ബില്ലുകളും കമ്പനി നമുക്ക് തരുന്നതാണ്. അത് 3 മാസം 6 മാസം പല രീതിയിലും പല പോളിസികളിലും ഇതുണ്ട്. മിനിമം 3 മാസത്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, കിട്ടുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് വഴി മാത്രമാണ് അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു റീഇംബേഴ്സ്മെൻറ്റ്, അതായത് നമുക്കൊരു ഹെൽത്ത് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആദ്യം അത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കതിന് ശേഷം 24 മണിക്കൂറിനകം ഏത് ഹെൽത്ത് കമ്പനിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ കമ്പനിക്കാരെ നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുകയാണെന്നുള്ള കാര്യം അറിയിച്ച് അവരൊരു ക്ലെയിം നമ്പർ ഇട്ട് തരുന്നതായിരിക്കും. അത് 24 മണിക്കൂറിൻ്റെ അകത്ത് ചെയ്തിരിക്കണം. അത് ആദ്യമായി ചെയ്യുന്നത് നമ്മൾ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഇപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ ഡെസ്ക് ഭാഗം കാണും, ഇൻഷുറൻസിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനെല്ലാം ഒരു ഭാഗം കാണും. നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം ഉടനെ തന്നെ നമ്മളെ പോളിസി നമ്പരും പോളിസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് പ്രപ്പോസൽ ആരുടെ പേരാണ് അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഡീറ്റെയിൽസ് അവരെ കൈ കൊണ്ടു കൊടുത്തു. അവർ തന്നെ ഹോസ്പിറ്റലുകാർ കമ്പനിയെ അറിയിക്കുന്നതായിരിക്കും 24 മണിക്കൂറിൻ്റെ അകത്ത്. അവരെ അറിയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മെസ്സേജായി വന്ന് നമുക്കൊരു ക്ലെയിം നമ്പർ വന്നിരിക്കും. ആ സമയത്തിന് നമ്മളെ ഏജൻറ്റിനെയും കൂടെ വിളിച്ച് നമ്മൾ ഈ കാര്യം പറഞ്ഞ് നമ്മളിങ്ങനെ അഡ്മിറ്റായി നമുക്ക് ക്ലെയിം നമ്പർ കിട്ടിയിട്ടുണ്ട്, ആ ക്ലെയിം നമ്പർ ഏജൻറ്റിനും കൂടെ പാസ് ചെയ്യാനാണ്. ഏജൻറ്റിനും കിട്ടിക്കാനും എന്നാലും നമ്മൾ ഏജൻറ്റിനെ അറിയിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഏജൻറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും കാണിച്ചാൽ ഹോസ്പിറ്റലുകാർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യത്തില്ല, എന്തെങ്കിലും ചിലപ്പോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മളെടുത്ത് തന്നെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടിയിരിക്കുന്നു. കമ്പനിയെ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞ് അവിടെ ക്ലെയിം രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ച് ഉടനെ തന്നെ 24 മണിക്കൂറിൻ്റെ അകത്ത് വിളിച്ച് ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ക്യാഷ്ലെസ് ആണെങ്കിൽ അവർ ക്യാഷ് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് കമ്പനി സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഓപ്ഷൻ വരുന്നില്ല, നമ്മൾ അവർ തന്നെ കാശ് ഹോസ്പിറ്റലുകാർ തന്നെ ചെയ്യും. അഥവാ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ല എങ്കിലും അതൊന്ന്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കാരണം വെച്ചാൽ ക്യാഷ്ലെസ് നമുക്ക് റിജക്റ്റ് ചെയ്ത് നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞാലും ഈ പ്രൊസീജിയറാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജിന് ശേഷം വരുന്ന ആശുപത്രി ബില്ലുകൾക്കും ചെയ്യേണ്ട രീതി ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം കാണും റീഇംബേഴ്സ്മെൻറ്റ്. അത് ഓരോ കമ്പനിക്കും ഓരോ ഫോം ആയിരിക്കും. അത് മിക്കവാറും ഹോസ്പിറ്റൽ തന്നെ എല്ലാ കമ്പനിയുടെയും നെറ്റ്വർക്ക് ഹോസ്പിറ്റലാകുമ്പോൾ അവരെ കാണും. ഇനി അഥവാ നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റലല്ല നമ്മളെ കമ്പനി എങ്കിൽ നമ്മൾ ഏജൻറ്റിനെ വിളിച്ച് പറയുക നമുക്ക് ആ ഫോം വേണമെന്ന്. അപ്പോൾ അവർ ഫോം നമുക്ക് അയച്ചു തരും. ആ ഫോമിൽ ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കുക,
അതിൻ്റെ പ്രിൻ്റെടുത്ത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലെയിം നമ്പരും അവിടുത്തെ ഡോക്ടർ ചികിത്സിച്ചതിൻ്റെ ഡോക്ടറുടെ പേര്, ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ്, സീലിംഗ് കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യേണ്ടി വരും. ആ സംഭവങ്ങളെല്ലാം ഹോസ്പിറ്റലുകാർ തന്നെ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ബില്ലടച്ചതിൻ്റെ ഫുൾ എമൗണ്ടിൻ്റെ ബില്ല്, സമ്മറി പേപ്പർ, നമ്മൾ അവിടെ എന്തെല്ലാം ബില്ല് അടച്ചിട്ടുണ്ട്, അതായത് മൊത്തത്തിൽ ബില്ല് കാണിച്ചാൽ പോരാ, നമ്മൾ അവിടെ എന്തൊക്കെ ബില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ബില്ലിൻ്റെയും കോപ്പിയല്ല ഒറിജിനൽ ബില്ല് തന്നെ അതിൻ്റെ കൂടെ വെക്കണം. ബില്ലും വെക്കണം. നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ടെസ്റ്റിൻ്റെ എല്ലാത്തിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് തന്നെ അതിൻ്റെ കൂടെ വെക്കേണ്ടിയിരിക്കണം. ആ റിപ്പോർട്ടും കൂടി വെച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത്രയും റിപ്പോർട്ടും സമ്മറി പേപ്പറും നമ്മൾ ഈ ഫോമും ഒപ്പിട്ട് സെറ്റ് ചെയ്ത് ഫയലാക്കുക. അതിൻ്റെ കൂടെ പ്രൊപ്പോസൽ ആരാണോ അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ ബ്രാഞ്ച് കോഡ്, IFSC കോഡ്, ബ്രാഞ്ചിൻ്റെ കോഡ്, ബാങ്ക് അക്കൗണ്ട് ഒന്നും തെറ്റാതെ കറക്റ്റ് കൂടെ വയ്ക്കണം. അതിൻ്റെ കൂടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയോ ഒരു ചെക്കിൻ്റെ കോപ്പി. ഇപ്പോൾ പാസ്ബുക്ക് ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റലിൽ ബാങ്കുകൾക്ക് കുറവാണ്, ഡയറക്റ്റ് എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ഒരു ചെക്ക് ലീഫിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ വയ്ക്കുക. അല്ലെങ്കിൽ ചെക്ക് ലീഫ് ക്യാൻസൽ ചെയ്തിട്ട് അതിനെ എടുത്ത് വെച്ചാലും മതിയാവും. ഇത്രയും ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസിലോട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അത് നമുക്ക് നേരിട്ട് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും ഒരു ഏജൻറ്റ് കാണും. ആ ഏജൻറ്റിൻ്റെ പേരിലോട്ട് അയക്കും, അല്ലെങ്കിൽ ആ ഏജൻറ്റ് പറയുന്ന സ്ഥലത്തോട്ട് ഏജൻറ്റിൻ്റെ ഓഫീസിലോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏജൻറ്റ് അതിനെ പ്രൊസീഡ് ചെയ്യുന്നതാണ്. അത് സാധാരണയായി ഒരു 15 ദിവസം തൊട്ട് 45 ദിവസം വരെ എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ 15 തൊട്ട് 25 ദിവസത്തിനകത്ത് നമുക്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതാണ് റീഇംബേഴ്സ്മെൻറ്റ് എന്നുള്ള പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മളെ ബില്ലിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും, അതായത് എന്ത് ടെസ്റ്റോ എക്സ്റേയോ MRI സ്കാൻ എന്ത് ചെയ്താലും അതിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് വെക്കേണ്ടത്. അല്ല ബില്ല് മാത്രം വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാബിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു, നമ്മൾ പുറത്ത് ചെയ്തു, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, എന്ത് റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ എല്ലാ റിപ്പോർട്ടും തന്നെ വെക്കാം. ഏതെങ്കിലും ഇടയ്ക്ക് ഇപ്പോൾ ഒരു 3000 റിപ്പോർട്ട് നമ്മൾ ബില്ല് വെച്ചു, പക്ഷേ ആ റിപ്പോർട്ട് മാത്രം വെച്ചിട്ടില്ല എങ്കിൽ ആ പേയ്മെൻറ്റ് കിട്ടത്തില്ല. അത് പ്രത്യേകം ഓർത്തോണം. നമ്മൾ ബില്ലിൻ്റെ കൂടെ റിപ്പോർട്ട് ഉറപ്പായി നമ്മൾ വെച്ചിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് ശേഷം വരുന്ന ബില്ലുകൾ കൊടുക്കുമ്പോഴായാലും നമ്മൾ എന്ത് ബില്ല് കൊടുത്താലും അതിൻ്റെ റിപ്പോർട്ട് കൂടെ തന്നെ വെച്ച് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ പേയ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് വരികയുള്ളൂ. ഇതാണ് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്തത്. ഇത് ഈ പ്രൊസീജിയർ നിസ്സാരമായ കാര്യമാണ്, എന്നാലും പറഞ്ഞെന്നാണ്. നമ്മൾ മിക്കവരും എല്ലാ ഏജൻറ്റുമാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ. ഓക്കെ, റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ പ്രത്യേക ഫോമിൽ സൈൻ ചെയ്ത ഹോസ്പിറ്റലുകാർ സൈൻ ചെയ്ത ഫോമുള്ള ഫോം കറക്റ്റായിരിക്കണം, ബില്ലുകൾ ഉണ്ടായിരിക്കണം, അവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ മെയിനായി ഉണ്ടായിരിക്കുന്ന പ്രൊപ്പോസലിൻ്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ഇത്രയും ഉണ്ടായിരിക്കണം. പ്രൊപ്പോസലിൻ്റെ ഫോമുണ്ട്, ഫോമിൽ പ്രൊപ്പോസൽ ഒപ്പുകയാണ്. ഇത് കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് റീഇംബേഴ്സ്മെൻറ്റ് സുഗമമായി നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് നമ്മൾ വീണ്ടും റിപ്ലൈ കൊടുത്ത് അതിൻ്റെ ഉള്ള ബാക്കിയുള്ള പേപ്പറുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാലതാമസം എടുക്കും. ഈ 15 ദിവസം എന്നുള്ളത് വീണ്ടും നീണ്ടു പോകും. നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ ഒരുപാട് വൈകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ? എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും. ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. മന്ത്ലി EMI ഓപ്ഷൻ, അതും എമർജൻസി സിറ്റുവേഷനിൽ EMI സപ്പോർട്ടിംഗ്, എല്ലാ പോളിസികൾക്കും OP ഓഫർ.